പ്രിയ പ്രേക്ഷകരെ, സ്പൈഡർമാൻ സിനിമ കണ്ടു. കുടുംബമായിട്ട് തിയേറ്ററിൽ പോയാണ് കണ്ടത്. പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്പൈഡർമാൻ സിനിമയ്ക്ക് സാധാരണ കൊടുക്കുന്ന അത്രയും റേറ്റിംഗ് കൊടുക്കാൻ പറ്റില്ല. 10ൽ 8.5 സ്റ്റാർ കൊടുക്കുക. മോശമില്ലാത്ത പടമാണ്. തിയേറ്ററിൽ കാണേണ്ട പടമാണ്. കുട്ടികളായിട്ട് പോയി തന്നെ കാണേണ്ട പടമാണ്. നല്ല ചിത്രമാണ്. ഒരു ഇംഗ്ലീഷ് സിനിമ എങ്ങനെ ഇരിക്കുമോ, സ്പൈഡർമാൻ സിനിമ എങ്ങനെ ഇരിക്കുമോ, മൊത്തം സീരീസുകളുടെ അപേക്ഷിച്ചിട്ട് വളരെ ബെറ്റർ ഒന്നും പറയാനില്ല, എന്നാൽ മോശമൊന്നും പറയാനില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രിയ പ്രേക്ഷകരാരും തന്നെ തിയേറ്ററിൽ പോയിട്ട് ഡബ്ഡ് വേർഷൻ കാണരുത്. ഡബ്ഡ് വേർഷൻ കണ്ടു കഴിഞ്ഞാൽ ഈ പടം വളരെ ദയനീയമാണ്. സൗണ്ട് വരില്ല, തിയേറ്ററിൽ സൗണ്ട് ഇല്ല, പ്ലേബാക്ക് സ്കോറിങ് ഇല്ല. ആകെ മൊത്തം ഒരു ലോക്കൽ സിനിമ കണ്ട ഫീലിംഗിലാണ് ഡബ്ഡ് വേർഷൻ കണ്ടത്. ഞങ്ങൾ തമിഴാണ് കണ്ടത്. തിയേറ്റർ മൊത്തം വയലന്റ് ആയിരുന്നു. ഇടയ്ക്ക് പോലീസ് പറഞ്ഞുണ്ട് ഓഡിയൻസ് വയലന്റ് ആയിട്ട്. അങ്ങനെ മൊത്തത്തില് ഭയങ്കര പരാജയം തന്നെയാണ് ഈ പടത്തിന്റെ തമിഴ് വേർഷൻ. തമിഴ് വേർഷൻ മാത്രമല്ല, മൊത്തത്തിലുള്ള ഡബ്ഡ് വേർഷൻ. അതുകൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന പ്രിയ പ്രേക്ഷകർ ദയവ് ചെയ്ത് ഡബ്ഡ് വേർഷൻ കാണാതെ ഇംഗ്ലീഷ് വേർഷൻ തന്നെ കാണുക. ഇത് മാത്രമല്ല, ഇംഗ്ലീഷ് സിനിമകളെല്ലാം അങ്ങനെ തന്നെ കാണുക. അത് ഡബ്ഡ് വേർഷൻ ഫെയിലുവർ ആയിരിക്കും. കാരണം ഇംഗ്ലീഷ് സിനിമയൊന്നും ഡബ്ഡ് വേർഷനിൽ ഒറിജിനൽ കോപ്പി കൊടുക്കില്ല അവർ. ആ ഒറിജിനൽ കോപ്പി കൊടുത്ത് ഡബ് ചെയ്താൽ മാത്രമേ ഇതെല്ലാം അങ്ങനെ കിട്ടുള്ളൂ. അങ്ങനെ ഒരിക്കലുമല്ല. അങ്ങനെ വരുമ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ അതിന്റെ സറൗണ്ട് വർക്ക് ചെയ്യില്ല. കാരണം അവരെടുക്കുന്ന സോഫ്റ്റ്വെയർ വെരി ഹൈ ആണ്. ഇവർ നമ്മുടെ ഇവിടെയാണ്. അത്രയും പൈസയൊന്നും ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് അറേഞ്ച്മെന്റ് ചെയ്യില്ല. ഇങ്ങനെ ഒരു തികഞ്ഞ പരാജയം കണ്ട ഒരു ഇതാണ്. അങ്ങനെ നമ്മൾ ഒരു നിവൃത്തിയില്ലാതെ സഹിച്ചിരുന്ന സിനിമയാണ് കാണേണ്ടി വന്നു. മകൻ ഇഷ്ടപ്പെട്ടു, വൈഫിന് ആവറേജ് അഭിപ്രായമാണ്. എന്നെ സംബന്ധിച്ച് സ്പൈഡർമാൻ സിനിമകളൊക്കെ എൻ്റെ ബാല്യകാലം മുതൽ ഞാൻ കണ്ടു വരുന്നത് കൊണ്ട് എനിക്ക് ഓക്കെയാണ്, മോശമല്ല, അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ചിത്രം തന്നെയാണ്. പക്ഷെ സ്പൈഡർമാന്റെ കഥാപാത്രത്തിന് ഒരു ബൂസ്റ്റിംഗ് കുറഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ക്ലൈമാക്സിൽ വന്നിട്ടും അങ്ങനെയൊക്കെ ഒരു ഫീൽ ചെയ്തു. അങ്ങനെയൊക്കെ ചെറിയ ഡ്രോബാക്കുകൾ പടത്തിലുണ്ട്. പക്ഷെ അതർവൈസ് പടം മോശമല്ല. പക്ഷെ പടത്തിന്റെ ഡബ്ഡ് വേർഷൻ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് സിനിമകൾ, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് സിനിമകൾ ഒന്നും തന്നെയും ദയവ് ചെയ്ത് പ്രേക്ഷകരാരും തന്നെയും ഡബ്ഡ് വേർഷൻ കാണാതിരിക്കുക. പിന്നെ രണ്ടാമത്, തമിഴ് വേർഷനെ കാണാൻ തമിഴ്നാട്ടിലെ ചില തിയേറ്ററുകളിൽ പോകാതിരിക്കുക. ഞാനിപ്പോൾ എൻ്റെ വീട്ടിനടുത്തുള്ള കളിച്ചിട്ട് തിയേറ്ററാണ്. ഒന്ന് ഡബ്ഡ് വേർഷനായിട്ട് പടം തിയേറ്റർ ഫുള്ളാണ്, ഒരു സീറ്റ് പോലും ഇല്ല. പക്ഷെ എത്രയായാലും ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന ഒരു നിലവാരം പല പ്രേക്ഷകരും കാണിക്കുന്നില്ല. കാരണം അവിടെ വന്നിരുന്നിട്ട് ആവശ്യമില്ലാതെ ഈ കഥ പറയുന്ന വരുമ്പോഴുള്ള ഡയലോഗ് അടി കാണുന്നുണ്ട്. ഇതൊരു വിജയ് ചിത്രമോ, ഇതൊരു രജനികാന്ത് ചിത്രമോ, ഇതൊരു സൂര്യ ചിത്രമോ, അല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ അഭിനയിച്ച തെലുങ്ക് സിനിമകളോ ഒന്നും അല്ല. ഇതൊക്കെ ഇംഗ്ലീഷ് സിനിമകളാണ്. ഇംഗ്ലീഷ് സിനിമയ്ക്ക് അവരുടേതായ ഒരു നിലവാരവും രീതിയും ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി വേണം തിയേറ്ററിൽ പോകുക. അതുപോലെ തന്നെ തമിഴ് സിനിമയ്ക്കായാലും എല്ലാ പടങ്ങൾക്കും അവരുടെ ഓരോ കൾച്ചർ, അതിന്റെ നിലവാരങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയൊക്കെ വിമർശിക്കാം. പക്ഷെ അല്ലാതെ നിങ്ങളൊരു അഡാർ തോൽവി പോലെ ഒരു നിലവാരമില്ലാത്ത രീതിയിൽ തിയേറ്ററിൽ വന്നിരുന്നിട്ട് ഇംഗ്ലീഷ് സിനിമകൾ കാണാതിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇംഗ്ലീഷ് സിനിമകളൊക്കെ നിങ്ങൾ ഒരു ലാംഗ്വേജിലും ഡബ്ഡ് വേർഷൻ സ്റ്റാൻഡേർഡ് പിന്നെ ഒരു ആളും അവരോടൊത്തും അനുവദിക്കില്ല. ഒരു പ്രൊഡക്ഷൻ കമ്പനി അനുവദിക്കില്ല. അവര് പിന്നെ ഇവിടെ വിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിൽപ്പനക്കാരെടുത്തിട്ടാണ് ഇത് ഡബ് ചെയ്യണത്. അവർക്ക് ആ സോഫ്റ്റ്വെയറിനൊക്കെ ഇത്ര നല്ലൊരു എമൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവർ അനുവദിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്തോ ചെയ്യൂ എന്നുള്ള മട്ടിലാണ് പറഞ്ഞത്. ഇവിടുത്തെ നമ്മളെ ഇന്ത്യയിലെ ഒരു നിയമപരമായ ഇതെന്ന് പറഞ്ഞാൽ ജനങ്ങളോട് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ. ഇപ്പോഴെന്നല്ലേ കുറെ കാലം കൊണ്ട് കാണുന്നതല്ലേ. അപ്പൊ കമ്മിറ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് പണം എങ്ങനെ ജനത്തിനെ അടിച്ചു മാറ്റാം എന്നുള്ള നിലയ്ക്കുള്ള രീതിയിലാണ് ചിത്രങ്ങളെയൊക്കെ ഇങ്ങനെ ഡബ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും കൊടുക്കുക, ജനങ്ങളെ പൈസ പിടിച്ചു പറിക്കുക. അങ്ങനെയാണ് ഡബ്ഡ് വേർഷൻ എല്ലാം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഡബ്ഡ് വേർഷനിലോട്ട് പോയപ്പോൾ തിയേറ്ററിൽ അത് പിന്നെ സോഫ്റ്റ്വെയർ ലിങ്ക് ആവാത്തോണ്ട് തികഞ്ഞ ബോറും അഡാർ പരാജയവും തന്നെയായിരുന്നു. അഡാർ പരാജയം എന്ന് പറഞ്ഞാൽ തിയേറ്ററിൽ ഇരുന്ന പ്രേക്ഷകരൊക്കെ വളരെ വയലന്റ് ആവണതും പ്രശ്നങ്ങളും ഒക്കെ കണ്ടു. പോലീസ് വരുന്നു, മറ്റെല്ലാ വിഷയങ്ങളും ഇന്ന് കാളീശ്വരി സരസ്വതി തിയേറ്ററിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ആ തിയേറ്ററുകാരുടെ കുറ്റമല്ല എന്നാണ് ഞാൻ പ്രേക്ഷകർക്ക് പറയണത്. ഒരു സിനിമയുടെ ട്രാക്കിംഗ് ഒന്നും കറക്റ്റ് അല്ലാതെ വരുമ്പോൾ അവിടെ സറൗണ്ട് ഒന്നും വർക്കാവൂല. അത് സ്വാഭാവികമാണ്. ഞാൻ പടം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അവരുടെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇംഗ്ലീഷ് വേർഷൻ ഇട്ടപ്പോൾ ചേട്ടാ അസാധ്യ പെർഫോമൻസ്,
ഇത് അങ്ങനെ വരണില്ല. അത് കാരണം ഇതാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിൽ നമ്മളെ പോലുള്ളവർക്കൊക്കെ മനസ്സിലാവും. പക്ഷെ സാധാ പ്രേക്ഷകർക്ക് അതൊന്നും മനസ്സിലാവണമെന്നില്ലല്ലോ. അവർ അങ്ങനെയല്ലല്ലോ നോളജോടെ പറഞ്ഞു. ഞങ്ങളൊക്കെ ദീർഘകാലമായിട്ട് സിനിമ കാണുകയും സിനിമയെക്കുറിച്ചൊക്കെ അത്യാവശ്യം നമ്മൾ സെർച്ച് ചെയ്യണവരൊക്കെയാണ്. പക്ഷെ പ്രേക്ഷകർ സാധാരണ അങ്ങനെ അല്ലല്ലോ. പ്രത്യേകിച്ച് ഈ നല്ല പരസ്യം കൊടുത്തൊരു ഹെവി അഡ്വർടൈസ്മെന്റ് ആണ് സ്പൈഡർമാൻ ഈ പടത്തിന് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര കളക്ഷനുമാണ്. ഇപ്പൊ തന്നെ ഏകദേശം 400 മില്യൺ ഡോളർ കളക്ട് ചെയ്ത് കഴിഞ്ഞു. 265 മില്യനാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ ഇപ്പൊ തന്നെ അപ്പൊ ഒരു 700-750 മില്യൺ പടം കളക്ട് ചെയ്യും. പിന്നെ മറ്റൊരു റൈറ്റിക്കൽസ് എല്ലാം കൂടെ 1000 മില്യൺ ഡോളേഴ്സിലോട്ട് പോകും. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ 200 കോടി കഴിഞ്ഞു 2 ദിവസം കൊണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ചിത്രങ്ങളോട് കൂടി ഒരു രാജ്യത്ത് ഇതിന്റെയൊക്കെ പല കാര്യങ്ങളും ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പൊ പൈസ ജനങ്ങളെ നിന്ന് അടിച്ചു മാറ്റൽ മാത്രം എന്നൊരു രീതിയിലോട്ട് കാര്യങ്ങൾ പോണതിന്റെ തെളിവാണ് ഇതല്ല. അതായത് ജനത്തിന്റെ പണം എങ്ങനെ അടിക്കുക, അതില് ഒരു രീതിയിലും സർവീസ് കൊടുക്കാതിരിക്കുക. അതാണ് ഈ മാർവലസ് സ്പൈഡർമാൻ സിനിമ, മാർവലസ് ടീമിന്റെ സ്പൈഡർമാൻ സിനിമ. കൊളംബിയ പിക്ചേഴ്സ് ആണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ. ഈ നമ്മളോട് കാണിച്ചിരിക്കുന്ന നീതിയില്ലായ്മ. ഈ നീതിയില്ലായ്മ കാണിക്കണ എന്തുകൊണ്ടാണ്? നമ്മുടെ നിയമങ്ങളുടെ പിടിപ്പുകേട്, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന അസമത്വം, ഈ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഇല്ലാതെ ഇരിക്കുക, ജനങ്ങളെ പൈസ എങ്ങനെയെങ്കിലും അടിച്ച് യാവനെങ്കിലും കൊണ്ടുപോട്ടോ എങ്ങനെയെങ്കിലും കൊണ്ടുപോട്ടോ എന്നുള്ള ഒരു മൈൻഡ് ഓഫ് വ്യൂ. ഇത്തരം രീതിയിലാണ് പോണത്. ഇങ്ങനെ വരുമ്പോൾ ജനം വല്ലാതെ വയലന്റ് ആവും. ഞാൻ തിയേറ്ററിൽ വയലന്റ് ആവണ കണ്ടു. വയലന്റ് ആവണേലെ പോലീസ് വന്നു എന്ന് ഞാൻ പറയണം. അപ്പൊ ജനങ്ങള് സഹിക്കണേനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ടു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകുന്നു ഞാൻ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ആ അത്രയും താഴ്ന്ന രീതിയിൽ നമ്മളെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് മാർവലസ് ടീം ഇത് അറിയണമെങ്കിൽ ഞാൻ പറയണ കേസ് ഫയൽ ചെയ്യണം. മാർവലസ് ടീം കേസ് ഫയൽ ചെയ്യണം. ഇന്ത്യയിൽ കിടക്കുന്ന എല്ലാ ഡബിംഗ് വേർഷനും എതിരെയും ശക്തമായ കേസ് ഫയൽ ചെയ്യണം. അവർ സിനിമയുടെ നിലവാരം തകർത്തതിന്. എന്നിട്ട് ഇവരിൽ നിന്ന് കോടിക്കണക്കിന് ഡോളർ ഈടാക്കാൻ പറ്റുമെങ്കിൽ ഈടാക്കണം. ഇത് നമുക്കൊരു പാഠമായിരിക്കണം. വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ ബാനറിൽ പല കാര്യങ്ങളും ചെയ്തിട്ട് അത് ജനങ്ങളിൽ നിന്ന് പൈസ പിടുങ്ങിയെടുത്തിട്ട് അതിന്റെ സർവീസ് കൊടുക്കാതിരിക്കുന്നതിനാണ് കേസ് ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ നിങ്ങളുടെ മാർവലസ് കമ്പനിക്കായാലും കൊളംബിയ പിക്ചേഴ്സിനൊക്കെ ആയാലും ഇതൊരു വളരെ അഡാർ ഫെയിലുവറാണ്. നിങ്ങൾ ഇന്റർനാഷണൽ റൂൾസ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് ഇതിന്റെ തെളിവ്. അപ്പോഴും നിങ്ങൾ ബിസിനസ് ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒഴിച്ചിട്ട് മറ്റു കാര്യങ്ങളിൽ നിങ്ങളുടെ കണ്ടു പോകുന്നില്ല. അത്രയ്ക്ക് ഇന്ത്യക്കാർ മോശക്കാരാണോ? ഇന്ത്യക്കാരെന്നല്ല, ലോകത്ത് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് മോശക്കാരാണോ? നിങ്ങളുടെ സ്റ്റാൻഡേർഡ് എല്ലാ സ്ഥലത്തും കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാത്തവർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കരുത്. അഥവാ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്ത് അവർ കീപ്പ് ചെയ്യാതിരുന്ന അവരെ പേരിൽ കേസുകൾ ഫയൽ ചെയ്യണം. നിങ്ങൾ കോടിക്കണക്കിന് ഡോളർ നിങ്ങൾ അതിൽ നിന്ന് ഈടാക്കണം. അത് ഒരു ഇതില്ല. ആര് എവിടെയായാലും ഏത് രാജ്യത്തും ചെയ്യാം. ഇപ്പൊ ഇന്റർനാഷണൽ റൂൾസ് എല്ലായിടത്തും ഉള്ളതാണ്. ഇന്റർനാഷണൽ ആണ് ബിസിനസ് എല്ലാം. ആ നിലയ്ക്ക് ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. മറ്റു കാര്യങ്ങളല്ല, നമ്മൾ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെയുള്ള ഈ സിനിമയെ, സ്പൈഡർമാന്റെ സിനിമ ഈ നിലവാര തകർച്ച ഉണ്ടാക്കി ഞങ്ങളുടെ കുടുംബത്തിന്റെ 660 രൂപ ആർക്കും ഒരു ഗുണവും ഇല്ലാതെ തിയേറ്ററിൽ കൊടുക്കുകയും ചെയ്തിട്ട് വിഷമത്തോടെ സ്ഥിരം സിനിമ കാണുന്ന ആൾക്കാരാണ് ഞങ്ങൾ. വരികയും ചെയ്തതിന്റെ വിഷമവും കൂടി ഞാൻ പറയുകയാണ് പ്രിയ പ്രേക്ഷകർ. അതുകൊണ്ട് സിനിമ കാണുന്നവരെ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങളെ പൈസയെ കൊണ്ടുവന്ന് വെറുതെ തിയേറ്ററിൽ കൊടുക്കാതെ ഏറ്റവും നല്ല വേർഷനായ ഇംഗ്ലീഷ് വേർഷനുള്ള തിയേറ്ററുകളിൽ നിന്ന് മാത്രം സിനിമ കാണുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ ബ്ലോഗിൽ കൂടി.